ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. عباد الله أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് റബ്ബിന് തൃപ്തിയടയുന്ന രൂപത്തിലുള്ള ജീവിതം നയിച്ചുകൊണ്ട് പൂർണ്ണമായും മുസ്ലിമായി അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഒരു മാസക്കാലം തഖ്വ നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾക്ക് അവസരം ലഭിച്ചു. ഇനി ഒരു മാസം കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട മറ്റു ചില ഓർമ്മപ്പെടുത്തലുകളുമായി വലിയ പെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഇതിനിടയിൽ വളരെ പ്രസക്തമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു സംഭവമാണ് ഈ ഖുതുബയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നിസ്കാര ശേഷം എണീറ്റ് നിന്ന് സുദീർഘമായ പ്രസംഗം നടത്തുകയാണ്. ഹദീസിൽ കാണാം, വഅലന മൗഇദത ബലീഗതൻ, സുദീർഘമായ ഒരു പ്രസംഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുകയുണ്ടായി. ആ പ്രസംഗം കേട്ടിരുന്ന സ്വഹാബത്ത് പറയുകയാണ്, ദറഫത് മിൻഹൽ ഉയൂൻ, അത് കേട്ടിരുന്നപ്പോൾ കണ്ണുകൾ നിറഞ്ഞുപോയിട്ടുണ്ട്, കണ്ണുകൾ ചാലിട്ടൊഴുകിയിട്ടുണ്ട്. വജിലത് മിൻഹൽ ഖുലൂബ്, അത് കേട്ടപ്പോ ഹൃദയം ഞെടുങ്ങിയിട്ടുണ്ട്. സ്വഹാബി പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, കഅന്നഹാ മൗഇദതു മുവദ്ദിഇൻ, ഇതൊരു വിടവാങ്ങുന്നവന്റെ പ്രസംഗം പോലെ ഉണ്ടല്ലോ, ഇതൊരു യാത്ര ചോദിക്കുന്ന ഒരു വ്യക്തിയുടെ സംസാരം പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഫഔസിന, ഞങ്ങൾക്ക് ഉപദേശം തന്നാലും. പ്രവാചകൻ സുബഹിസ്കാര ശേഷം സുദീർഘമായ പ്രസംഗം നടത്തിയപ്പോൾ സ്വഹാബത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു, ഹൃദയം വിറച്ചു.
ആ സന്ദർഭത്തിൽ പ്രവാചകനോട് ചോദിക്കാണ്, റസൂലേ, ഇതൊരു യാത്രക്കാരന്റെ, യാത്ര പറയുന്നവന്റെ പ്രസംഗം പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ ഉപദേശം നൽകിയാലും, ഒരു ഉപദേശം തന്നിട്ട് വേണം ഇത് അവസാനിപ്പിക്കാൻ എന്ന് പറയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ 4 ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്. ജീവിതത്തിൽ എല്ലാ നിലക്കുമുള്ള ഖൈറുകൾ ലഭിക്കുന്ന, സർവ്വ ശർറുകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്ന, എല്ലാ നിലക്കും വിജയം ലഭിക്കുന്ന, പരാജയത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുന്ന, ജീവിതത്തിൽ ഖൈറുകൾ മാത്രം കൊണ്ടുതരുന്ന 4 പ്രധാനപ്പെട്ട ഉപദേശമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സ്വഹാബത്തിന് നൽകുന്നത്. അതിലൊരു ഉപദേശം എന്തെന്നറിയോ? ഒന്നാമത്തെ ഉപദേശം തന്നെ ഫഖാല ഊസികും ബിതഖ്വല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതമായിരിക്കണം എന്നതാണ് ഒന്നാമതായി സഹാബത്തിനെ ഉണർത്തുന്നത്. ഊസികും ബിതഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. ഇത് തന്നെയാണ് നമ്മൾ എല്ലാ ഖുതുബകളിലും കേൾക്കുന്നത്. ആദ്യത്തെ 3 ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് ഹഖ്ഖ തുഖാതിഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങളുടെ രഹസ്യ പരസ്യ ജീവിതത്തെ റബ്ബിന് പൂർണ്ണമായി സമർപ്പിച്ച് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള, റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ ഖുതുബകളിലും നമ്മൾ ആവർത്തിച്ച് ആ വചനങ്ങൾ കേൾക്കുന്നു. യാ അയ്യുഹന്നാസുത്തഖൂ റബ്ബക്കും, അവിടെയും ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോ അള്ളാഹു പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ എന്ന് പറയുന്ന 3-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ ഓർമ്മപ്പെടുത്തിയത്, വിശ്വാസികളെ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ തഖ്വയോടുകൂടി ജീവിക്കണമെന്നാണ്. ഇത് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ സആദത്ത് ലഭിക്കുന്ന, വിജയം ലഭിക്കുന്ന, ഇരു ലോകത്തും വിജയം ലഭിക്കുന്ന, ഈ ലോകത്ത് പരാജയമില്ലാതിരിക്കാൻ, പാരത്രിക ലോകത്ത് പരാജയമില്ലാതിരിക്കാൻ, എല്ലാ ഖൈറുകളും നന്മകളും ലഭിക്കാൻ, ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നന്മകളിൽ വർദ്ധിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഊസികും ബിത്തഖ്വല്ലാഹ്. അതാണ് ഒന്നാമത്തെ ഉപദേശം. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനപരമായ കാര്യമാണ് തഖ്വയുണ്ടാവുക എന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. പൂർവികർക്കും നൽകിയിട്ടുള്ളത് ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർക്ക് മാത്രമുള്ളതല്ല, മറിച്ച് പൂർവികർക്കും നൽകിയത് വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാകും അനിത്തഖുല്ലാഹ്, വേദഗ്രന്ഥം നൽകപ്പെട്ട നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയ ആളുകൾക്കും നിങ്ങൾക്കും എന്താണ് വസിയത്ത് നൽകിയത് എന്ന് ചോദിച്ചാൽ അനിത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചത്. ജനങ്ങളോട് മുഴുവനായിക്കൊണ്ട് അള്ളാഹു ആഹ്വാനം ചെയ്തു, യാ അയ്യുഹന്നാസുത്തഖുല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വിശ്വാസികളെ പ്രത്യേകം വിളിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ്, സൂക്ഷിക്കേണ്ട മുറപ്രകാരം സാധാരണ ജനങ്ങൾക്കപ്പുറം വിശ്വാസികൾ ഒന്നുകൂടി സൂക്ഷിച്ചുകൊണ്ട്, വിശ്വാസികൾ ഹലാലും ഹറാമും വ്യക്തമാക്കി ജീവിതത്തിന്റെ വിഷയത്തിൽ, കുടുംബ ജീവിതത്തിന്റെ വിഷയത്തിൽ, സാമ്പത്തിക ഇടപാടിന്റെ വിഷയത്തിൽ, രഹസ്യമായ ജീവിതത്തിന്റെ വിഷയത്തിൽ, നമ്മുടെ ഫോൺ ഉപയോഗത്തിന്റെ വിഷയത്തിൽ, ഇങ്ങനെ എല്ലാ മേഖലകളിലും നാം സമ്പാദിക്കുന്ന 1 രൂപയുണ്ടോ അതുപോലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയതൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന്, എന്റെ സമ്പാദ്യത്തിൽ ഇല്ല എന്ന്, എന്റെ കുടുംബ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കാൻ അള്ളാഹു വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് പ്രവാചകന്മാരോട് പോലും ഇതെടുത്തു പറയുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അഹ്സാബിന്റെ 1-ാമത്തെ ആയത്തിൽ തന്നെ അല്ലാഹു പറയുന്നു, യാ അയ്യുഹൻ നബിയ്യ തഖില്ലാഹ്, നബിയെ, പ്രവാചകരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് പ്രവാചകനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി തവണ
അള്ളാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. നിങ്ങളുടെ രഹസ്യ പരസ്യ ജീവിതങ്ങൾ നിങ്ങൾ നന്നാക്കണം. ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, ആരും അറിയാൻ പോകുന്നില്ല, ആരും കേൾക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന തെറ്റുകളുണ്ടല്ലോ, ആ തെറ്റുകളെല്ലാം കാണുന്ന ഒരുത്തൻ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന വിചാരമാണ് നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനുള്ള പ്രചോദനമാകേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാം തന്റെ മകനോട് പഠിപ്പിച്ചതും അത് തന്നെയല്ലേ. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ, എന്റെ പൊന്നുമോനെ നീ ശിർക്ക് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഒന്നാമത്തെ ഉപദേശം തുടങ്ങി. അതിന്റെ ഏറ്റവും അവസാനത്തിൽ പറയുന്നത്, നീ ഒരു തെറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാറയ്ക്കുള്ളിൽ ഒരു മിസ്കാല് ദർറത്തായ ഒരു അണുമണി തൂക്കമായ എന്തെങ്കിലും നീ ഒരു പാറയ്ക്കുള്ളിലാണ് കൊണ്ടുവെക്കുന്നതെങ്കിൽ പോലും അത് കൊണ്ടുവരിക തന്നെ ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് ലുഖ്മാൻ നബി അലൈഹി സ്വലാമിന്റെ മകനോട് കൊടുക്കുന്ന ഉപദേശത്തെ കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ആരാണോ അണുമണി തൂക്കം നന്മ ചെയ്തത് അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. ഒരു അണുമണി തൂക്കമാണോ പ്രതിഫലം ഈ ലോകത്ത്, ഒരു നന്മയാണോ ഈ ലോകത്ത് ചെയ്തത്, ആ നന്മയ്ക്കുള്ള പ്രതിഫലം അതൊട്ടും കുറയാതെ തന്നെ പാരത്രിക ലോകത്ത് ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതോടൊപ്പം ചേർത്ത് പറഞ്ഞത് എന്തെന്നറിയോ? ആരാണോ ഒരു അണുമണി തൂക്കം തിന്മ ചെയ്തത്, ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല, ആരും അറിയാനും പോകുന്നില്ല, ആരും കേൾക്കാനോ കാണാനോ പോകുന്നില്ല, ഇതൊക്കെ എത്ര രഹസ്യമായി എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിചാരിച്ചാൽ പോലും, നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ പോലും അതല്ല കൊണ്ടുവരിക തന്നെ ചെയ്യും. ആരാണോ അണുമണി തൂക്കം തിന്മ ചെയ്തത്, തെറ്റ് ചെയ്തത്, ഷർറ് ചെയ്തത്, അതിന്റെ പ്രതിഫലവും അതിന്റെ പ്രത്യാഘാതവും നാളെ പാരത്രിക ലോകത്ത് അനുഭവിക്കേണ്ടി വരും. അതല്ലാഹു കൊണ്ടുവരും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം, തഖ്വയോടുകൂടിയുള്ള ജീവിതം നമുക്കൊരുപാട് ഖൈറുകൾ നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസക്കാലം തഖ്വ നേടിയെടുക്കാനുള്ള, ഒരു മാസക്കാലം നമുക്ക് പരിശ്രമിക്കാനുള്ള അവസരം അല്ലാഹു നൽകി അല്ലേ? ലഅല്ലക്കും തത്തഖൂൻ, നോമ്പിനെ നിർബന്ധമാക്കിയത് നമ്മൾ തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ബലിപെരുന്നാളിന്റെ അന്ന് പ്രത്യേകമായ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കർമ്മമാണ് ബലി അറുക്കുക എന്നത്. അതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? ലയനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിൽ നിന്ന് തഖ്വയാണ് ഉയരുന്നത്, അതല്ലാതെ നിങ്ങൾ അറുത്ത ആ മൃഗത്തിന്റെ ആ ഉരുവിന്റെ രക്തമല്ല അല്ലാഹുവിലേക്ക് ഉയരുന്നത്, നിങ്ങൾ അറുത്ത ആ ഉരുവിന്റെ മാംസമല്ല അല്ലാഹുവിന് വേണ്ടത്, മറിച്ച് നിങ്ങൾ അറുത്ത ആ ഒരു സമയത്ത് നിങ്ങളുടെ ഭക്തിയുണ്ടല്ലോ, നിങ്ങളുടെ തഖ്വയുണ്ടല്ലോ, ആ തഖ്വയാണ് അല്ലാഹുവിലേക്ക് ഉയരുന്നത് എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, തഖ്വ നേടിയെടുക്കുക എന്നത്, തഖ്വയിലൂടെ നേട്ടങ്ങൾ കൊയ്യുക എന്നത് ഒരു വിശ്വാസി എന്ന നിലക്ക് പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും മഹനീയമായ സ്വഭാവത്തിന്റെ ഒരു ഗണമാണ് എന്ന്, ഒരു ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. തഖ്വയിലൂടെ ഒരുപാട് നേട്ടങ്ങൾ, വമ്പിച്ച പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓഫർ നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ തഖ്വയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞപ്പോഴൊക്കെയും നമുക്ക് ആ തഖ്വ നേടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ ഒന്നാമത് പറഞ്ഞെന്നറിയോ? അല്ലാഹുവിന്റെ വലിയാകാം, അല്ലാഹുവിന്റെ വലിയാകാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ 8-ാം അധ്യായം 34-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറഞ്ഞത്, ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, തഖ്വയോടുകൂടി ജീവിക്കുന്നവനല്ലാതെ അല്ലാഹുവിന്റെ വലിയാകാൻ സാധിക്കുകയില്ല എന്നത്. നിസ്കരിക്കാത്തവൻ വലിയാകുന്ന കാലഘട്ടമാണ്, നോമ്പ് നോക്കാത്തവൻ വലിയാകുന്ന കാലഘട്ടമാണ്, നോമ്പ് നോറ്റവരെ മുറിപ്പിക്കുന്നവർ വലിയാകുന്ന കാലഘട്ടമാണ്. അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ഊന്നി പറയുന്നു, തഖ്വയുള്ളവനും
ഇരിക്കുന്നവന് മാത്രമേ അള്ളാഹുവിന്റെ വലിയാകുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഇരിക്കുന്നവർ, ഈ പറയുന്ന ഞാൻ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ, രഹസ്യ പരസ്യങ്ങൾ നന്നാക്കി കഴിഞ്ഞാൽ, റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചു കഴിഞ്ഞാൽ റബ്ബിന്റെ വലിയാകുവാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതല്ലാതെ ഏതെങ്കിലും നിസ്കരിക്കാത്ത, നോമ്പ് നോക്കുന്നവരെ മുറിപ്പിക്കുന്ന, ദീനിന്റെ ഒരു ശായറുകളും ജീവിതത്തിൽ കൊണ്ടു നടക്കാത്ത ആളുകൾ ഒരിക്കലും വലിയാവുകയില്ല. മറിച്ച് വലിയാകണമെങ്കിൽ അള്ളാഹു പറഞ്ഞതനുസരിച്ചുകൊണ്ട് രഹസ്യവും പരസ്യവും നന്നാക്കി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ വലിയാകാൻ സാധിക്കുമെന്നാണ്. അത് ഇരിക്കുന്നവർക്കും സാധിക്കും, ഈ പറയുന്ന എനിക്കും സാധിക്കും. അത്തരത്തിൽ അള്ളാഹുവിന്റെ വലിയാകുവാൻ അള്ളാഹു നമുക്കെവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തത്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെട്ടവർ ആരെന്നറിയോ? അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരിക്കുന്നവർ, അള്ളാഹു ആദരിക്കുന്നവർ ആര് എന്ന് ചോദിക്കുമ്പോ വിശുദ്ധ ഖുർആൻ ഒരു ഉത്തരം പറഞ്ഞു നൽകുന്നുണ്ട്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. സൂറത്തു ഹുജറാത്തിലെ 13-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയരായവർ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് അത്ഖാക്കും, നിങ്ങളിൽ സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി ഏറ്റവും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയർ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, മൻ അക്രമൻ നാസ്, ആരാണ് ജനങ്ങളിൽ ഏറ്റവും ആദരണീയർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അത്ഖാഹും ലില്ലാഹ്, അവരിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, നമ്മുടെ രഹസ്യ പരസ്യ ജീവിതം റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം. ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല, ആരും അറിയുന്നില്ല, എന്റെ ബിസിനസിനെ കുറിച്ച് ചോദ്യം ചെയ്യാൻ ഒരുത്തനും തയ്യാറാവുകയില്ല, എന്റെ കച്ചവടത്തിന്റെ വിഷയത്തിൽ ആരോ എന്നോട് ചോദ്യം ചെയ്യാൻ തയ്യാറാവേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്റെ ബിസിനസിനെ കുറിച്ച് നാളെ ചോദ്യം ചെയ്യും, നാം സമ്പാദിച്ച സമ്പാദ്യത്തെക്കുറിച്ച് നാളെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്ന ദിവസത്തിൽ നമ്മൾ തഖ്വയോടുകൂടി നമ്മുടെ സമ്പാദ്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രഹസ്യ പരസ്യ ജീവിതം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബ ജീവിതം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇബാദത്തിന്റെ മേഖലകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആരും കാണാതെ ഉപയോഗിക്കുന്ന നമ്മുടെ ഫോണുകൾ, നാം സ്ക്രോൾ ചെയ്യുന്ന, നാം സെർച്ച് എഞ്ചിൽ ടൈപ്പ് ചെയ്യുന്നത്, ഇതെല്ലാം റബ്ബ് കാണുന്നു എന്ന ചിന്തയോടുകൂടി നാം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ആദരണീയനാകാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തത്, അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കും. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കും. ഒരായത്തിലല്ല, രണ്ടായത്തിലല്ല, മൂന്നായത്തിലല്ല, പല ആവർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞതാണ്. അല്ലാഹു പറയാണ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, തഖ്വയോടുകൂടി ജീവിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ പല ആവർത്തി പല വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിച്ച ഒരു വ്യക്തിക്ക് പിന്നെ ഈ ലോകത്ത് ആരെയാണ് പേടിക്കേണ്ടത്? ഈ ലോകത്ത് ഏത് ഭരണാധികാരിയാണ് പേടിക്കേണ്ടത്? ഈ ലോകത്ത് എന്തെങ്കിലും പ്രയാസങ്ങളെ പേടിക്കേണ്ടതുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെ പേടിക്കേണ്ടതുണ്ടോ? ഏതെങ്കിലും അസുഖത്തെ പേടിക്കേണ്ടതുണ്ടോ? ഒന്നിനെയും പേടിയില്ലാതെ നിർഭയത്വത്തോടുകൂടി കഴിയണോ? അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കണം. ആ ഇഷ്ടം ലഭിക്കാനുള്ള ഒന്നാമത്തെ മാർഗമാണ് റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. തീർന്നില്ല, നാം അധ്വാനിക്കുന്നു, നമ്മുടെ കുടുംബത്തെ പോറ്റാൻ, ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ മുട്ടിക്കാൻ അത്യാവശ്യം കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. 10, 15, 20, 1000 വാങ്ങുന്ന ആളുകൾ, അത് തന്നെയും തികയാത്ത കാലഘട്ടത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ, വിലകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ, നമ്മൾ നമ്മുടെ റിസ്കിന് വേണ്ടി നെട്ടോട്ടമോടുന്ന സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഫമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ഈ ഒരു അറ്റായത്തിൽ രണ്ട് കാര്യങ്ങൾ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഫമയ്യത്തഖില്ലാഹ്, ആരെങ്കിലും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ യജ്അൽ ലഹു മഖ്റജ, അവനൊരു പോംവഴി, അവന്റെ പ്രതിസന്ധിയിൽ, അവന്റെ പ്രയാസത്തിൽ, അവന്റെ അസുഖത്തിന്റെ വിഷയത്തിൽ, അവന്റെ കുടുംബ പ്രശ്നങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു പോംവഴി നൽകുമെന്നാണ്. ആയത്തിന്റെ വാക്യം എന്തെന്നറിയോ? ഫമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ,
വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹു പറയാണ്, നിങ്ങൾ നെട്ടോട്ടമോടുന്ന, നിങ്ങളുടെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്ന നിങ്ങളുടെ അധ്വാനത്തിന്റെ വിഷയത്തിൽ അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് കണക്കില്ലാതെ പ്രതിഫലം, നിങ്ങൾക്ക് കണക്കില്ലാതെ നിങ്ങളുടെ റിസ്കിനെ നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ ഉപജീവനം, നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ എങ്ങനെയാണ് സംഭവിക്കുക, എങ്ങനെയാണ് എനിക്ക് ലഭിക്കുക എന്നൊക്കെ വിചാരിക്കും. സഹോദരന്മാരെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ഞാൻ കഷ്ടപ്പെടുന്ന സമയത്ത്, പ്രയാസപ്പെടുന്ന സമയത്ത് 1000 രൂപ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന സമയത്ത് നാം പ്രതീക്ഷിക്കാത്ത മാർഗത്തിൽ നമ്മളിലേക്ക് 1000 രൂപ കടന്നു വന്നിട്ടുണ്ട് എന്ന നമുക്ക് ചില അനുഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. നമുക്കൊരുപാട് ഉണ്ടായിട്ടുണ്ട്, എനിക്കൊരുപാടുണ്ടായിട്ടുണ്ട്. നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ, നാം ആഗ്രഹിക്കുന്ന സമയത്ത്, നമുക്കൊരാവശ്യം നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആവശ്യത്തെ തട്ടിക്കളയാതിരിക്കുകയില്ല. ആ ആവശ്യത്തിനുള്ള ആവശ്യങ്ങൾ, അതിനുള്ള സമ്പത്ത്, അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തരാതിരിക്കുകയില്ല. എന്തു വേണം? റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയുണ്ടോ? ആ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം നമുക്കുണ്ടോ? എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രതിസന്ധിയിൽ, നമ്മുടെ പ്രയാസത്തിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, നമ്മുടെ റിസ്കിന്റെ വിഷയത്തിൽ കണക്കില്ലാതെ പ്രതിഫലം നൽകും, കണക്കില്ലാതെ റിസ്ക് നൽകും, വാരിക്കോടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, സഹോദരന്മാരെ, ആ റിസ്കിന്റെ പേരിലാണ് നമ്മൾ ജമാഅത്ത് നിസ്കാരം മുടക്കുന്നതെങ്കിൽ, ആ റിസ്കിന്റെ പേരിലാണ് ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മൾ പിന്നോട്ട് പോകുന്നതെങ്കിൽ, സഹോദരന്മാരെ, ആ റിസ്ക് നമുക്കെത്തില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലാഹു നമ്മെ പഠിപ്പിച്ചത്, വമൻ അഅറള അൻ ദിക്രി, എന്റെ ദിക്റിൽ നിന്ന് ആരാണോ പിന്തിരിഞ്ഞു കളഞ്ഞത്, ഫഇന്ന ലഹു മഈശതൻ വൻക, അവന്റെ സമ്പത്തിനെ, അവന്റെ മഈശത്തിനെ, അവന്റെ ജീവിതത്തിന്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, നിങ്ങൾ അധ്വാനിക്കുന്നത് അത് നിങ്ങൾക്ക് കുടിസമാക്കി നൽകും. വൻക എന്ന് പറഞ്ഞാൽ കുടിസമായി ഇടുങ്ങിപ്പോകുമെന്നാണ്. നിസ്കാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞവർ, നോമ്പിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞവർ, ഇബാദത്തുകളിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞവർ, എന്തിനു വേണ്ടിയാ? 1000 രൂപ ഉണ്ടാക്കാൻ, 500 രൂപ ഉണ്ടാക്കാൻ. നിസ്കാരം ശരിയല്ല, നോമ്പ് ശരിയല്ല, അവന്റെ മറ്റ് ഇബാദത്തുകൾ ശരിയല്ല, ഖുർആൻ പാരായണം ചെയ്യുന്നില്ല, റബ്ബിനെ സ്മരിക്കാത്ത ജീവിതമാണ്, അവന് തിരക്കാണ്, ബിസിനസിന്റെ പിന്നാലെയാണ്. എങ്കിൽ സഹോദരന്മാരെ, അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, മഈശത്തൻ വൻക, അവന്റെ മഈശത്ത്, അവന്റെ ജീവിതത്തിന്റെ അധ്വാനം അവന് കുടിസമാക്കി കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല, അവനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഈ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ക് വിശാലമാക്കി തരുന്നു എന്നതോടൊപ്പം അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിനെ സ്മരിക്കാതെ, അള്ളാഹുവിനെ ഓർക്കാതെ, തഖ്വയില്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് ഹൃദയത്തിൽ ഇടുക്കം നൽകും, കുടിസത നൽകുമെന്നാണ്. കാരണം അവർ ചെയ്യുന്ന സമയത്തിന് ബറക്കത്തുണ്ടാവുകയില്ല, എന്തൊക്കെയോ ചെയ്തു പോകുന്നു. അവനൊരു ദിവസം തന്നെ തികയാത്ത അവസ്ഥ, അവനൊരു ദിവസം ഉണ്ടായിരുന്നിട്ടും പലതും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ, അങ്ങനെ ഒരു കുടിസത അവനുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഒരുപാട് ഖൈറുകൾ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും. പാരത്രിക ലോകത്ത് വിജയം ലഭിക്കും. ഈ ലോകത്ത് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും. അങ്ങനെ ഒരു ഉപദേശമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഒന്നാമതായി നൽകുന്നത്. അത്തരത്തിൽ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد عباد الله أوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. സഹോദരന്മാരെ, തഖ്വ നേടിയെടുത്താൽ
നമുക്ക് ലഭിക്കുന്ന ചില പ്രതിഫലങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലപ്പെട്ട 4 ഉപദേശങ്ങൾ നൽകുമ്പോൾ അതിൽ ഒന്നാമത്തെ ഉപദേശം നൽകിയതാണ്, അതായത് വിട പറയാനിരിക്കുന്ന വ്യക്തി ഉപദേശം നൽകുമ്പോൾ ഏറ്റവും കനപ്പെട്ട വിനപ്പെട്ട ഉപദേശങ്ങളാണ് നൽകുക. മരിക്കാൻ കിടക്കുന്ന സമയത്ത് വസിയത്ത് പറയുമ്പോൾ അത് അത്രയും വിലപ്പെട്ട വസിയത്തുകളായിരിക്കും. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറയുന്ന വ്യക്തിയുടെ സംസാരം പോലെ ഉണ്ട് എന്ന് കേട്ടു മനസ്സിലാക്കിയ സഹാബത്ത് ഉപദേശം ചോദിച്ചപ്പോൾ ആ വിലപ്പെട്ട ഉപദേശത്തിൽ, കനപ്പെട്ട ഉപദേശത്തിൽ 4 ഉപദേശങ്ങളിൽ ഒന്നാമതായി നൽകിയ ഉപദേശത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. രഹസ്യവും പരസ്യവും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം. അതാണ് അടിസ്ഥാനം. എല്ലാ സആദത്തിന്റെയും വിജയത്തിന്റെയും എല്ലാവിധ നന്മകളുടെയും ലോക വിജയത്തിന്റെയും അടിസ്ഥാനമെന്നുള്ളത് ഒരു മനുഷ്യന് തഖ്വയുണ്ടാവുക എന്നതാണ്. രഹസ്യത്തിലും പരസ്യത്തിലും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരം പറഞ്ഞ നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ, റബ്ബിന്റെ സഹായം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. തീർന്നില്ല, ഇനിയും വിശുദ്ധ ഖുർആനൊന്ന് പരിശോധിച്ചു നോക്കിയാൽ എമ്പാടും പ്രതിഫലങ്ങൾ തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ ജുമായ്ക്ക് വേണ്ടി വന്നതും, നമ്മൾ നിസ്കരിക്കുന്നതും, നമ്മൾ നോമ്പ് നോക്കുന്നതും, നമ്മൾ ബലിയിറക്കുന്നതും, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാര്യയുടെ വായിലേക്ക് നമ്മൾ ഒരു ഉരുള വച്ചു കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞതും, ആ പ്രതിഫലങ്ങളെല്ലാം വാരിക്കൂട്ടണമെങ്കിൽ, ആ പ്രതിഫലങ്ങളെല്ലാം റബ്ബിൽ നിന്ന് നമുക്ക് ലഭിക്കണമെങ്കിലും തഖ്വയുണ്ടാകണം. ഒരാൾ തഖ്വയില്ലാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ തഖ്വയില്ലാതെ നോമ്പ് നോറ്റു കഴിഞ്ഞാൽ, ഒരാൾ തഖ്വയില്ലാതെ ബലിയെറുത്തു കഴിഞ്ഞാൽ, ഒരാൾ തഖ്വയില്ലാതെ തന്റെ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ശരി, തഖ്വയില്ലേ അവന്റെ നന്മകൾ റബ്ബിലേക്ക് ഉയരുകയില്ല. ആളുകൾ കാണാനും, ആളുകൾ പറയാനും, ആളുകൾ അറിയാനും, ആളുകൾ നല്ലത് വിചാരിക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 5-ാം അധ്യായം 27-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറഞ്ഞത്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ അവരുടെ നന്മകൾ ഉയരുകയുള്ളൂ എന്ന്, അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ തഖ്വയുള്ള ഇബാദത്തുകൾ ഉണ്ടാകണം, തഖ്വയുള്ള നിസ്കാരങ്ങളായിരിക്കണം നമ്മുടെ നിസ്കാരങ്ങൾ, തഖ്വയുള്ള സ്വതക്കകളായിരിക്കണം നമ്മുടെ സ്വതക്കകൾ, തഖ്വയുള്ള രാത്രി നിസ്കാരങ്ങളായിരിക്കണം, തഖ്വയുള്ള കുടുംബജീവിതമായിരിക്കണം. കുടുംബജീവിതത്തിൽ പോലും എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ ലൈംഗികമായ ദാഹം തീർക്കാൻ വേണ്ടി നമ്മുടെ ഭാര്യമാരെ ബന്ധപ്പെടുന്നത് പോലും അതിൽ സ്വതക്കയുണ്ട് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകാൻ. ഇത് കേട്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഞെട്ടലുണ്ടാകാം. എന്റെ വികാരം തീർക്കാൻ എന്റെ ഭാര്യയെ ഞാൻ ബന്ധപ്പെടുന്നതിൽ എനിക്ക് സ്വതക്കയോ? ഇതേ ചോദ്യം സഹാബത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്. പ്രവാചകൻ തിരിച്ചു ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? അവന്റെ വികാരം തീർക്കാൻ വേണ്ടി അവന്റെ ഭാര്യയല്ലാത്ത ഒരു അന്യ സ്ത്രീയെ സമീപിച്ചു കഴിഞ്ഞാൽ അവന് ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും പഠിപ്പിച്ചിട്ടില്ലേ? സഹാബത്ത് പറഞ്ഞു, അതെ. അങ്ങനെ ശിക്ഷയുണ്ടെങ്കിൽ അവൻ അനുവദനീയമായ മാർഗത്തിലൂടെ അതിനെ വിനിയോഗിക്കുന്നതിൽ അതിലും അവന് പ്രതിഫലമുണ്ട് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, അതിൽ പോലും തഖ്വയോടുകൂടിയായിരിക്കണം എന്നാണ്. കാരണം അനുവദനീയമല്ലാത്ത ചിലത് നമ്മുടെ ഭാര്യമാരിൽ തന്നെ ഉണ്ട് എന്ന് തിരിച്ചറിയണം. അങ്ങനെ തന്റെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമാണോ നമ്മുടെ എല്ലാം? കിടന്നുറങ്ങുന്നത് പോലും പുണ്യമായി പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, ഇതെല്ലാം നന്മയായി, ഒരു പുണ്യമായി പ്രതിഫലം ലഭിക്കുന്ന അവസ്ഥയിൽ അള്ളാഹുവിലേക്ക് ഉയരണോ? തഖ്വയോടുകൂടി ജീവിക്കണം, റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം എന്ന് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ എന്തു പ്രതീക്ഷിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? നിസ്കരിക്കുന്ന എന്തിനാ? നോമ്പ് നോക്കുന്ന എന്തിനാ?
പ്രതിഫലങ്ങൾ ആഗ്രഹിക്കുന്നതോടൊപ്പം സ്വർഗമെന്ന പ്രവിശാലമായ ആ സ്വർഗലോകത്തേക്ക്, ആ പ്രതിഫലത്തിന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കണമെന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് നമ്മൾ ഈ നോമ്പ് നോക്കുന്നത്. മുസ്ലിമായി ജീവിക്കുന്നത് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. ഹിസാബിന്റെ വേളയിൽ ആ ഹിസാബിൽ വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നവരാകണം. അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഏറ്റവും മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടണം. അല്ലേ? ആ ഉൾപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് തിൽക്കൽ ജന്നത്തുല്ലതി നൂരിതു മിൻ ഇബാദിനാ മൻ കാന തഖിയാ. ഈ സ്വർഗം അത് അനന്തരാവകാശമായി ലഭിക്കുന്ന ആർക്കെന്നറിയോ? തഖ്വയോടുകൂടി ജീവിക്കുന്നവർക്ക് മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ, രഹസ്യ പരസ്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, മക്കൾ വാപ്പയോടും ഉമ്മയോടും, ഉമ്മ മാതാപിതാക്കൾ മക്കളോടും, അതുപോലെ തന്നെ നാം ഇടപഴകുന്ന ഏതേത് മേഖലകളുണ്ടോ, ബിസിനസിന്റെ മേഖലകൾ, ടീച്ചർ അധ്യാപകർ മക്കളോട്, അതുപോലെ തന്നെ സ്റ്റുഡൻസിനോട്, സ്റ്റുഡൻസ് അധ്യാപകരോട്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും നമുക്ക് സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. ആരും കാണില്ല, ആരും അറിയില്ല എന്ന് വിചാരിക്കുന്ന ആ സന്ദർഭത്തിൽ പോലും എല്ലാം കാണുന്ന എന്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം അറിയുന്ന എന്റെ റബ്ബ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു, എന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് പിന്നെ രഹസ്യ ജീവിതത്തിൽ തിന്മയുണ്ടാവുകയില്ല. പിന്നെ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് തിന്മ ചെയ്യാൻ മുതിരുകയില്ല. നമുക്ക് അനുവദനീയമായ മാർഗത്തിലൂടെ, രൂപത്തിലൂടെ നാം നേടിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ ഖൈറുകളും ബറക്കത്തുകളും വിജയങ്ങളും നമുക്ക് നൽകും എന്ന് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും പഠിപ്പിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനം തഖ്വയാണ് എന്ന് തിരിച്ചറിയണം. ഈ രൂപത്തിൽ തഖ്വയോടുകൂടി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകളെ അല്ലാഹു സ്വാലിഹായ സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകി, ഖബറിൽ വിശാലത നൽകി, ഖബറിൽ പ്രകാശം നൽകി, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ എത്തിച്ച് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രോഗങ്ങൾ ശിഫ നൽകി, ആരോഗ്യവും ആഫിയത്തും നൽകി, ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായി പ്രതിസന്ധിയിലായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകി, കച്ചവടത്തിൽ നല്ല മേന്മ നൽകി, അതുപോലെ അവർ ജോലി ചെയ്യുന്ന മേഖലകളിൽ അവർക്ക് ബറക്കത്ത് നൽകി, സമയത്തിലും സമ്പത്തിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أستغفر الله لي ولكم ولسائر المسلمين من كل ذنب إنه هو الغفور الرحيم. أقم الصلاة.